ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അതിനോടൊപ്പം നമ്മൾ ഈ ചാനലിൽ നമ്മൾ കാറ്റത്തെ കിളിക്കൂടുന്ന പരമ്പരയുടെ പ്രമോ വിശേഷവും ഇടുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ കയറി കാണാൻ മറക്കരുത്. അങ്ങനെ അലീനയും മനുവിൻ്റെ അല്ലെങ്കിൽ മഴ തോരും മുമ്പ് എന്ന പരമ്പരയിലെ നാളത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഒരു സന്തോഷകരമാകുന്ന ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ബാലചന്ദ്രൻ്റെ വീട്ടിൽ ഒരു സന്തോഷ വാർത്ത എത്തുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ രോഗത്തിന് നാളെ ജാമ്യം ലഭിക്കുകയാണ്. അതിന് ഏറ്റവും മുൻപത്തി നിന്നത് അല്ലെങ്കിൽ കാരണക്കാരിയായത് നമ്മുടെ അലീന തന്നെയാണ്. എന്നാൽ അലീനയ്ക്ക് ഒടുവിൽ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് സങ്കടകരമാകുന്ന ചില അവസ്ഥ ഉണ്ടാകുന്നതും നാളത്തെ എപ്പിസോഡിൽ കാണാം. ഒരു ഭാഗത്ത് സന്തോഷമുണ്ടാകുന്നു, മറുഭാഗത്ത് ദുഃഖകരമാകുന്ന വാർത്തയും കേൾക്കേണ്ടി വരുന്ന ഒരു എപ്പിസോഡൊക്കെയാണ് നാളെ കാണുന്നത്. അങ്ങനെ ശരണ്യ എന്ന പെൺകുട്ടി അതിജീവിത അലീനയോട് പറഞ്ഞ സത്യങ്ങൾ ബാലചന്ദ്രനോട് പറഞ്ഞ നിമിഷം മുതൽ ബാലചന്ദ്രൻ തൻ്റെ മോൻ നിരപരാധിയാണ് എന്ന് മനസ്സിലാക്കുകയും എങ്ങനെയെങ്കിലും ഇത്രയും ദിവസം എൻ്റെ നിരപരാധിയായ മോനാണോ പീഡനക്കേസ് അകത്ത് കിടക്കുന്നതെന്ന് ചിന്തിച്ച് ഇപ്പോൾ വേഗത്തിൽ തന്നെ കോടതിയിലേക്കും നിയമപരമായിട്ട് മുൻപോട്ട് നീങ്ങുകയാണ്. ഈ സമയത്ത് വക്കീൽ വന്ന് കാണുന്നു, വക്കീലിനോട് കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അകത്തേക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം കോടതിയിലെത്തുകയോ അല്ലെങ്കിൽ നിയമപാലകരുടെ അടുത്ത് ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ശരണ്യ എന്ന പെൺകുട്ടി അങ്ങനെ ഒരു കാര്യങ്ങൾ അലീനയോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അലീന തൻ്റെ വീട്ടിൽ വന്ന് സമ്മർദ്ദം ചെലുത്തിയാണ് ഇങ്ങനെ പറയിച്ചത് എന്ന് പറഞ്ഞാൽ പോലും അത് ബാലചന്ദ്രനും ദോഷമാകും, അലീനയ്ക്കും ദോഷമാകും. അതിലുപരി രോഗത്തിൻ്റെ കാര്യത്തിലും വലിയ അപകടമുണ്ടാകുമെന്ന് ബാലചന്ദ്രനും ഗോവർദ്ധനും വക്കീലിനും അലീനയ്ക്കൊക്കെ അറിയാം. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യണമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുക്കുന്നത്. ഈ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ ഇപ്പം നിലവിൽ സാധ്യമല്ല. അതുകൊണ്ട് ഈ കാര്യം ഇത്രത്തോളം എത്തിച്ചത് അലീനയാണെങ്കിൽ അലീനയെ തന്നെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. അലീനയെ കൊണ്ട് നമ്മൾ ശരണ്യയുമായിട്ട് സംസാരിപ്പിച്ച് കോടതിയിൽ സത്യം വെളി കൊണ്ടുവരിക. അതിനുവേണ്ടി അലീനയ്ക്ക് ഈ ഉത്തരവാദിത്തം കൊടുക്കുകയാണോ. അങ്ങനെ അലീന ഈ ഉത്തരവാദിത്തം ഏറ്റ നിമിഷം മുതൽ വളരെ ടെൻഷനാണ്. ഇനി എന്ത് ചെയ്യും? ഇതിപ്പം താൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ശരണ്യയെ കാണാൻ ചെല്ലുമ്പോൾ ശരണ്യ ഇനി ഇത് കോടതിയിൽ പറയുമോ? പറയാതെ വന്നു കഴിഞ്ഞാൽ തൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുമെന്ന് അലീനയ്ക്കും അറിയാം. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അലീനയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. താൻ മുൻപൊരു ദിവസം സ്റ്റേഷനിൽ തന്നെ കള്ളക്കേസിന് പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ രക്ഷിക്കുവാൻ വന്നത് നമ്മുടെ മാമച്ചായൻ്റെയും ഗ്രേസി മാമയുടെയും ദേവതിക്കുട്ടിയുടെയും ഒരു ബന്ധുക്കാരായ DYSP ഉണ്ടല്ലോ. ആ DYSPനെ ഓർമ്മയിലേക്ക് വരികയും വേഗത്തിൽ DYSP ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണെന്നും ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന ആളാണെന്നും അലീനയ്ക്ക് ആ ദിവസം മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ അവസ്ഥയും അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥയും ആ സാറിനോടൊന്ന് പറഞ്ഞാൽ ചിലപ്പം രക്ഷപ്പെടാൻ കഴിയും എന്ന് അലീന കരുതുകയാട്ടോ. അങ്ങനെ വേഗത്തിൽ തന്നെ ബാലചന്ദ്രനോട് ഈ കാര്യങ്ങൾ പറയുകയാണ്. അച്ഛാ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പം നമുക്ക് നിലവിലൊന്നും നമുക്ക് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് മുൻപ് ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കിടന്നപ്പോൾ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ രേവതിക്കുട്ടിയുടെ ഒരു ബന്ധുക്കാരൻ ഒരു സാറ് വന്നിരുന്നു. ആ സാറ് മാന്യമായ രീതിയിലാണ് ഇടപെട്ടത്. ന്യായത്തിൻ്റെ നീതിയുടെ ഭാഗത്ത് മാത്രം നിൽക്കുന്നതാണ്. ഒരു കാര്യം ചെയ്താലും നമുക്ക് ആ സാറിനെ പോയി ഒന്ന് കണ്ടാലോ, കാര്യങ്ങൾ വിവരിച്ചാലോ എന്ന് പറയുക. അപ്പം ബാലചന്ദ്രൻ്റെ മനസ്സിലും വലിയൊരു സന്തോഷമുണ്ട്. അത് ശരിയാണല്ലോ മോളെ, ഒരു കാര്യം ചെയ്ത് നമുക്ക് വേഗത്തിൽ പോയി ഈ സാറിനോട് കാര്യങ്ങളൊക്കെ പറയാം. ഇനി സാറ് എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ കഴിഞ്ഞാലോ? നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എങ്കിൽ പോലും ഈ കാര്യം ഒരു നിയമപാലകൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ ഓർത്ത് വേഗത്തിൽ നമ്മുടെ അലീനയും ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടെ ഈ DYSP കാണാൻ വേണ്ടി പോവുകയും അങ്ങനെ DYSP ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ വിവരിക്കുക കേട്ടോ. രോഗത്ത് നിരപരാധിയാണെന്നും അതിന് ഈ അതിജീവിത എന്ന അല്ലെങ്കിൽ ഈ പെൺകുട്ടി തന്നെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി തന്നെ അലീനയോട് പറഞ്ഞു എന്നും DYSPയോട് പറയുക. അപ്പം DYSPക്കും അറിയാം അലീനയെ അറിയാം. അലീനയെ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കുമെന്നും DYSPക്ക് അറിയാം. അപ്പോൾ ഏറെ നേരം ചിന്തിച്ചിട്ട് DYSP ചോദിക്കുകയാണ്, ഇതിൻ്റെ അകത്ത് നമുക്കങ്ങനെ പ്രത്യക്ഷമായി ഇടപെടാൻ കഴിയില്ല എങ്കിൽ പോലും നമുക്കൊരു ശ്രമം നടത്താം. നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയുമായിട്ട് ഇരിക്കരുത്. കോടതിയിൽ വരുന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ പെൺകുട്ടി കൂറുമാറാൻ സാധ്യതയുണ്ട്. ഒരുപാട് ആളുകളുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും വീട്ടുകാരുടെ സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ നിലനിൽപ്പ് ബാധിക്കുമെന്ന് തോന്നിയാൽ
ഈ ശരണി എന്ന പെൺകുട്ടി കൂറുമാറും. അപ്പോൾ വീണ്ടും അപകടത്തിൽപ്പെടുന്നത് നമ്മൾ തന്നെയായിരിക്കും, നിങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഇതിനകത്ത് ഇടപെടാം. ഒരു കാര്യം ചെയ്യും, ഈ കാര്യം അലീനയെ കൊണ്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അലീന എങ്ങനെയെങ്കിലും ഈ ശരണി എന്ന പെൺകുട്ടിയെ തൻ്റെ മുൻപിൽ എത്തിക്കുക, അല്ലെങ്കിൽ തന്നോട് സംസാരിക്കാൻ ഒരവസരം ഉണ്ടാക്കിയെടുക്കണം എന്നിങ്ങനെ പറയാം. അങ്ങനെ അലീന ആ കാര്യം ഏറ്റെടുക്കുകയും അങ്ങനെ ശരണ്യയെ വീണ്ടും പോയി അലീന കാണുകയാട്ടോ. സ്നേഹത്തോടും സൗമ്യമായും ഇടപെട്ട് കാര്യങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുന്ന പോലെ ചെന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ. നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തക വന്ന് തൻ്റെ ശരണ്യയുടെ അച്ഛനെ വന്ന് ഉപദേശിക്കുകയും അലീനയെ ഇനി ഇവിടെ കയറ്റരുത് എന്നൊക്കെ പറയുകയും ചെയ്ത സംഭവം അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അലീനയും മുൻകൂട്ടി ചെയ്തിരുന്നു. അതുപോലെ ശരണ്യ എന്ന പെൺകുട്ടിയും അഡ്വാൻസ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. അലീന ചേച്ചി കയറി വന്നു കഴിഞ്ഞാൽ ആരും തടയാതിരിക്കുവാനുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ശരണ്യയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരണ്യയുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ DYSPയെ കാണുന്നു. DYSPയും അതുപോലെ ഈ ശരണ്യയുടെ അച്ഛനും DYSPയെ കാണേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ അലീന കേട്ടോ. അങ്ങനെ DYSP ഈ ശരണ്യ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് ഇവരോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു നിരപരാധിയായി ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവി കളയാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മോളുടെ ഒരു അപകടം സംഭവിച്ചപ്പോൾ എത്രത്തോളം വേദനയുണ്ടായി? അതേ അനുഭവം തന്നെയല്ലേ ആ കുട്ടി രോഹിത്തിൻ്റെ അച്ഛനും അമ്മയും അനുഭവിക്കുന്നത്? അവർ സമൂഹത്തിൽ ഇങ്ങനെ എങ്ങനെ തലയുയർത്തി നിൽക്കും? ഒരു നിരപരാധിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയും ഒടുവിൽ ഈ DYSPയുടെ ഇടപെടലിൽ ഈ ശരണ്യയുടെ അച്ഛനും ശരണ്യയും സത്യങ്ങൾ തുറന്നു പറയുക കേട്ടോ. തുറന്നു പറഞ്ഞതിന് ശേഷം ഇത് DYSP FIR ആക്കുകയും അല്ലെങ്കിൽ കേസ് രേഖപ്പെടുത്തുകയും ജാമ്യത്തിനുള്ള മുൻപോട്ടുള്ള നീക്കത്തിൽ അത് ഗുണകരമായി മാറുകയും ചെയ്യുമെന്ന് DYSPക്കും അറിയാം, വക്കീലിനും അറിയാം. അതുകൊണ്ട് തന്നെ ശരണ്യ പറഞ്ഞ കാര്യങ്ങളും മൊഴിയും അതുപോലെ ശരണ്യയുടെ അച്ഛൻ പറഞ്ഞ മൊഴികളുമൊക്കെ രേഖപ്പെടുത്തി വേഗത്തിൽ തന്നെ ഒരു ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി മൂവ് ചെയ്യുക കേട്ടോ. അങ്ങനെ കോടതിയിൽ കേസെത്തി. എന്തായാലും നമ്മുടെ അതിജീവിതയ്ക്ക് കോടതിയിൽ എത്തുവാൻ കഴിയത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ DYSP എന്ന ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ സാക്ഷി ആ പെൺകുട്ടി പറഞ്ഞ മൊഴിയും എല്ലാം കോടതി വക്കീലെത്തിക്കുകയും അങ്ങനെ ഒരുപാട് കാശ് നമ്മുടെ ബാലചന്ദ്രൻ ഈ വക്കീലിനും കേസിനുമായി മുടക്കി കേട്ടോ. ഇത്രയും നേരമില്ലാത്ത ഇത്രയും ദിവസം ഒരു സങ്കടമുണ്ടായിരുന്നു തൻ്റെ മോൻ ഒരു കുറ്റക്കാരനാണ് എന്ന്. പക്ഷേ കുറ്റക്കാരനല്ലെന്ന് തോന്നിയ നിമിഷം മുതൽ ഒരുപാട് പണം എത്ര കോടി മുടക്കുവാനും തയ്യാറാകുന്ന ഒരു ബാലചന്ദ്രനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കോടതിയിലെത്തുന്നു. കോടതിയിൽ ചെല്ലുമ്പോൾ ഈ DYSPയുടെ രേഖപ്പെടുത്തിയ മൊഴികളും അതുപോലെ വക്കീലിൻ്റെ സമർത്ഥമാകുന്ന വാദവുമെല്ലാം കോടതി അംഗീകരിക്കുകയും അങ്ങനെ നിലവിൽ കുറ്റവിമുക്തനല്ലെങ്കിലും ജാമ്യാപേക്ഷ അംഗീകരിച്ചുകൊണ്ട് കോടതി രോഗത്തിന് ഉപാധികളോടുകൂടി ജാമ്യം കൊടുക്കുക കേട്ടോ. ഈ വാർത്ത എല്ലാവർക്കും ഒരു സന്തോഷമാകണം. രോഹിത്തിനും അതുപോലെ ബാലചന്ദ്രനും അലീനയ്ക്കും കൃഷ്ണമോക്കും ബബിതയ്ക്കും ഒക്കെ സന്തോഷമാകുകയാണ്. ഒടുവിൽ രോഹിത്തുമായി ബാലചന്ദ്രനും അതുപോലെ ഗോവർദ്ധനുമൊക്കെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിൽ എത്തുന്നതുവരെ നമ്മുടെ രോഹിത്തിൻ്റെ മുഖം വളരെ നിരാശയോടുകൂടി സങ്കടം കലങ്ങി മറിഞ്ഞ കണ്ണുമായി വളരെ ടയേർഡായിട്ട് തന്നെയാണ് കാറിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രനും കൂടുതൽ സംസാരിക്കുവാനൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിക്കഴിയുമ്പോൾ രോഹിത്തിനോട് പറയും, നീ എൻ്റെ മുറിയിലേക്ക് പോകും, പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, കേസിനെക്കുറിച്ച് നീ ഒന്നും ചിന്തിക്കേണ്ട, നീ നിരപരാധിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നീ ഇനി ജയിലിൻ്റെ അകത്ത് കിടക്കേണ്ട അവസ്ഥയില്ല. അതിനുവേണ്ടി എൻ്റെ ജീവൻ കളയേണ്ടി വന്നാലും ഈ ഞാൻ ഉണ്ടാക്കിയ സ്വത്തും പണമൊക്കെ നഷ്ടപ്പെട്ടാലും നീ നിരപരാധിയാണെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവരും, അത് ലോകം അറിയിക്കും എന്നൊരു തീരുമാനമൊക്കെ ഒരു ധൈര്യപ്പെടുത്തലൊക്കെ രോഹിത്തിനോട് പറയുകയും അങ്ങനെ രോഹിത്തിന് മേരെ മുറിയിലേക്ക് ചെല്ലുകയാട്ടോ. മുറിയിൽ ചെല്ലുന്ന സമയത്തൊക്കെ ഇവരെല്ലാം ഈ രോഹിത്ത് വരുന്ന സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ രോഹിത്ത് നേരെ മുറിയിലേക്ക് പോകുന്നു. മുറിയിൽ ചെന്ന് വളരെ നിരാശനായി ഇരിക്കുന്ന ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്ന രോഹിത്തിനെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഈ സന്തോഷ വാർത്ത ബബിത അവസാനമാണ് അറിയുന്നത്. ബബിതയ്ക്ക് തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങുവാൻ യാതൊരു താല്പര്യവുമില്ല, സമയവുമില്ല. ബബിതയ്ക്ക് ഇവിടെ നടന്ന് ഭൂകമ്പം ഉണ്ടായാലും അതൊരു പ്രശ്നമല്ല, തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുക എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ നേരെ ബബിത
രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയും രോഹിത്തിനെ വിളിക്കുകയും വാതിൽ തുറക്കുകയും ചെയ്യുക. അപ്പം ജാമ്യം കിട്ടിയ കാര്യം സന്തോഷത്തോടു കൂടി ഈ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ രോഹിത്ത് ബബീതയ്ക്ക് നേരെ രൂക്ഷമായി ദേഷ്യപ്പെടുകയും അതുപോലെ വാതിൽ കൊട്ടിയടയ്ക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനുശേഷം അതിനിടയിൽ കാണുന്ന ഒരു വാർത്തയുണ്ട്. നമ്മുടെ കൃഷ്ണമോളു വേഗത്തിൽ തന്നെ രോഗത്തിന് ജാമ്യം കിട്ടിയെന്ന വാർത്ത തൻ്റെ അമ്മയായ വൈജയന്തിയെ വിളിച്ചറിയിക്കുന്നു. വൈജയന്തിക്കും വലിയ ആശുപത്രി കിടക്കുകയും വലിയ സന്തോഷമുണ്ടാകുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ പക മനസ്സിനുള്ളിൽ ബാലചന്ദ്രനുള്ള പകയും പെരുകുന്ന ഒരു ഭാഗം കാണാം. കാരണം തൻ്റെ മോൻ എന്തായാലും വെളിയിലിറങ്ങി, എനിക്ക് തനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നൊരു തോന്നലും ഒരു വിലീഭാവമൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം കാണുന്നത് നമ്മുടെ അലീന രോഹിത്തിന് കോഫിയുമായിട്ട് ചായയുമായിട്ട് മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴും കഥവ് തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അലീനയുടെ മുഖത്ത് നോക്കുവാൻ രോഹിത്തിന് പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം കുനിഞ്ഞിരിക്കുന്ന രോഹിത്തിനെയാണ് കാണുന്നത്. അങ്ങനെ രോഹിത്തിനോട് കൂടുതലൊന്നും അലീന സംസാരിക്കുന്നില്ല. അവിടെ കൊണ്ട് ചായ വെക്കുന്നു. ചായ കുടിക്കാൻ പറഞ്ഞ് വെളിയിലേക്ക് അലീന പോകുന്ന സമയത്ത് ആ ചായപാത്രത്തിൽ നോക്കിയിരുന്ന രോഹിത്ത് വേഗത്തിൽ ചാടി എണീറ്റ് ആ ചായയും ചായപാത്രവും വലിച്ച് എറിയുന്ന ഒരു ഭാഗമൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. തൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ ആ ചായപാത്രത്തിലും ആ മുറിയിലും തീർക്കുന്ന ഒരു അനുഭവം കാണാം. പെട്ടെന്ന് ഇത് കേട്ട് ഞെട്ടിയ അലീനയ്ക്ക് ഒന്നും ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒടുവിൽ പെട്ടെന്ന് രോഹിത്ത് വന്ന് കഥ കടക്കുകയും അതിനുശേഷം രോഹിത്ത് തൻ്റെ മുറിയിലെ കണ്ണാടിയിൽ പോയി നോക്കി നിന്ന് വളരെ സങ്കടത്തോടു കൂടി താനൊരു തെറ്റുകാരനായി പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് താൻ എല്ലാവരുടെയും മുൻപിൽ അപമാനിതനായല്ലോ എന്നൊക്കെ ചിന്തിച്ചായിരിക്കാം തൻ്റെ മുൻപിലിരിക്കുന്ന ഗ്ലാസ്സിൽ തലയിടിച്ച് പൊട്ടിക്കുകയും അങ്ങനെ വലിയൊരു സീൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. ഇതിനിടയിൽ നമ്മുടെ അലീനയ്ക്ക് വലിയൊരു സങ്കടകരമാകുന്ന വാർത്ത എന്ന് പറയുന്നത് വൈജയന്തി അയച്ച ബാലചന്ദ്രനുമായിട്ട് വേർപിരിയുവാനുള്ള ഡിവോഴ്സ് നോട്ടീസിൻ്റെ കാര്യം ചർച്ചയാകുകയും അങ്ങനെ കൃഷ്ണമോളോട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ അമ്മ അല്ലെങ്കിൽ മേഡം ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇനി ഒരുപാട് കാലമൊന്നും ഞാൻ ഈ വീട്ടിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല, അങ്ങനെ ഒരവസ്ഥയിൽ എനിക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന് പറയുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.